ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തീരുമാനിച്ചേക്കാണ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് കിളിയൊക്കെ കരയുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചതേ ഉള്ളൂ. ഇപ്പം സമയം 10:30 ആ ഒരു ടൈമായി. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല കിടന്നുറങ്ങി. പിന്നെ നമ്മുടെ മിട്ടച്ചൻ ഇവിടെ കിടന്നുറങ്ങുവാണ് ഗൈസ്. ഇത് പൊന്ന. പിന്നില്ലേ ഈ മിട്ടു ഇപ്പോഴാണെങ്കിൽ മറ്റേ ഇവിടുത്തെ വേറെ പൂച്ചകളുടെ കൂടെ പോയി വഴക്കുണ്ടാക്കുന്നതിൻ്റെ തലയിൽ ഇവിടുത്തെ രോമം എല്ലാം പോയി അതുങ്ങൾ അടിച്ചിട്ടേ എന്തോട്ടു അതുങ്ങൾ അടിച്ചിട്ട് തലയിലെ രോമമൊക്കെ പോയിരിക്കുക. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, വീട്ടിൽ തന്നെ അടങ്ങിയിരുന്ന മിട്ടു ഇപ്പം കണ്ട പൂച്ചകളുടെ കൂടെ ഇടിയുണ്ടാക്കാൻ പോവാ. പൊന്നുമോനും ഇവിടെ കിടന്നോട്ടെ. അപ്പം ഞാൻ പോയി എണ്ണിച്ച് പല്ലൊക്കെ തേച്ച് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. അച്ഛനാണെങ്കിൽ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇന്നലത്തെ മത്തി ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് വറക്കുകയോ എല്ലാം ചെയ്യണം. പിന്നെ മിട്ടുവിന് അതിൽ നിന്ന് കുറച്ച് വേവിച്ച് കൊടുക്കണം. വേവിച്ചാണല്ലോ കൊടുക്കാറുള്ളത്. മീൻ എടുത്തപ്പോഴേ ഇവിടെ എല്ലാം കറങ്ങി നടപ്പുണ്ട്. മിട്ടു ആണെങ്കിൽ മീനിൻ്റെ തലയൊന്നും കൊടുത്താൽ തിന്നത്തില്ല കേട്ടോ. കുഞ്ഞിലെ മുതലേ കൊടുത്ത് ശീലിക്കാത്തത് കൊണ്ടായിരിക്കാം തലയൊന്നും കൊടുത്താൽ തിന്നത്തില്ല. നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞിട്ട് തലയെല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് കളയുമ്പോഴത്തേക്കിനും വേറെ കുറേ പൂച്ചകൾ, കള്ളിപ്പൂച്ചകളൊക്കെ ഉണ്ടല്ലോ, അതുങ്ങളൊക്കെ വന്നിട്ട് തിന്നുമ്പോഴത്തേക്കിനും അത് തിന്നുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും. അല്ലാതെ മിട്ടു ഇങ്ങനെ തല തിന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. വേണ്ട ഗൈസ്, എൻ്റെ പുറകിൽ ആരാ നിൽക്കുന്നത് നോക്കി. ഞങ്ങൾ വേണ്ട തോട്ടിൽ തുണി കഴുകാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇയാളെ കാണുന്നത്. ദേ കണ്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്തൊരു ആനയെ കാണുന്നത്. മുറുക്കിയായിരിക്കും കെട്ടിയേക്കുന്നല്ലേ, ഒത്തിരി കുറുക്കിയായിരിക്കും കെട്ടിയേക്കുന്നത്. അപ്പോൾ പോട്ടെ, ടാറ്റാ ബൈ. ഞങ്ങളിതാ ഒരുങ്ങി അടൂരേക്ക് പോവാണ് കേട്ടോ. ഒരാവശ്യത്തിന് വേണ്ടി പോവാണ്. അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്താണെന്നൊന്നും നിങ്ങളോട് ഇപ്പം പറയുന്നില്ല. ഉറപ്പായും നടന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഹോളി ക്രോസിൻ്റെ അവിടെയുള്ള KFCയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നന്ദുവിൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ KFC കഴിക്കണമെന്ന്. അവൾ ഇതുവരെ KFC കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെക്കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അതുകൊണ്ട് നന്ദുവിൻ്റെ ഈ ഒരു ചെറിയ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ KFCയിൽ കയറി നന്നായിട്ട് കഴിച്ചു കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഇന്നത്തെ ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞ് അച്ഛൻ ചക്കക്കുരു എടുത്ത് പൊളിക്കുകയാണ് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു. എനിക്കാണെങ്കിൽ ചക്കക്കുരു ഇഷ്ടമേ അല്ല, ഞാൻ കഴിക്കത്തേയില്ല. ചക്കക്കുരു തോരനോ കറിയോ വല്ലതും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ ഒന്ന് പൊളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇന്ന് ഫുഡിന് ഞങ്ങൾക്ക് ചക്കക്കുരു തോരൻ, പിന്നെ ആ സൈഡിലിരിക്കുന്നത് പരിഞ്ഞിലാണ് കേട്ടോ, മീനിൻ്റെ മുട്ട, പിന്നെ ചക്കക്കുരു കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ, വീട്ടിലെ ജോലിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ അരിഞ്ഞു വെക്കാൻ പോവാണ് കേട്ടോ. അതെന്തിനാന്ന് പറഞ്ഞാൽ നാളെ ഒരു സ്ഥലം വരെ പോകണം. അപ്പം കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുപോകണം. ആ സ്ഥലം എവിടാന്നൊക്കെ നിങ്ങളോട് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഇപ്പോഴേ ഒന്നും പറയുന്നില്ല. ചെറിയൊരു സർപ്രൈസ് എന്നല്ല, കുറേ നാളത്തെ വീട്ടിലിരിപ്പിന് ശേഷം വീണ്ടും ഞാൻ ഇറങ്ങുവാണ്. അത് മാത്രമേ ഇപ്പം നിങ്ങളോട് പറയുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ട്രെയിനിങ് മാത്രമാണ്. ഞാൻ പഠിച്ചതിൻ്റെ ബേസിലൊന്നും അല്ല കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ നിന്ന് ജോലിക്ക് പോകണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ തന്നെ ഞാൻ കുറേ പഠിച്ച് എൻ്റെ ബേസിൽ നോക്കിയായിരുന്നു. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെങ്ങും വേക്കൻസി ഉണ്ടായിരുന്നില്ല. വരുന്നതൊക്കെ അങ്ങ് തിരുവനന്തപുരം, എറണാകുളം. എനിക്ക് അത്രയും ദൂരമൊന്നും പോയി നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, ഇത്രയും നാൾ ഞാൻ എറണാകുളം, തിരുവനന്തപുരം ഒക്കെ അല്ലേ നിന്നത്, വീട്ടിലങ്ങനെ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പോകാനൊരു ചെറിയ മടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
അതുകൊണ്ട് എനിക്ക് ദൂരേക്കൊന്നും ജോലിക്ക് പോകണമെന്ന് താല്പര്യമേയില്ല. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു ചെറിയ ജോലി സെറ്റായിട്ടുണ്ട്. സെറ്റായെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. ആ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ പഠിച്ചതിൻ്റെ ബേസിൽ വല്ല വേക്കൻസീസ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതും നോക്കും. ദൂരം അപ്പം പിന്നെ ഞാൻ ദൂരം കാര്യമാക്കത്തില്ല. നല്ല വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ദൂരമൊന്നും പോയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോവും. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളോട് വഴിയേ പറയുന്നതായിരിക്കും. പുറകിൽ സീരിയൽ ഓടുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ അരിയുന്നു, എന്നിട്ട് പുറകിൽ സീരിയൽ കാണുന്നു. അങ്ങനെ ഇതാ അരിഞ്ഞ് 2 ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് നാളെ കൊണ്ടുപോകാനേ കാണത്തുള്ളൂ. പിന്നെ വെണ്ടയ്ക്കയും കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് രണ്ടും ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ രാത്രിയിൽ കഴിക്കാനുള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ഒന്നും രാത്രിയിലത്തേക്ക് ഉണ്ടാക്കത്തില്ല. തോരനുണ്ട്, പിന്നെ നമ്മുടെ ചക്കക്കുരു കറിയുണ്ട്, ഇത് തന്നെയാണ്. പിന്നെ മീൻ വറുത്തതുമുണ്ട്. അച്ഛൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഒരാൾ തനിയെ മേളിൽ കയറി ഇരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ സോപ്പിടാനായിരിക്കും. കാരണം ഇപ്പം മൊത്തവും തല്ലുകൊള്ളിത്തരമാണ് മിട്ടുവിൻ്റെ കയ്യിലുള്ളത്. ഉള്ള പൂച്ചകളുമായിട്ടൊക്കെ അടിയുണ്ടാക്കി തലയിലെ ആ ഒരു രോമമൊക്കെ പറിച്ച് വെച്ചേക്കുക. അങ്ങനെ അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് എന്നിട്ടും അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ അകത്ത് വന്ന് എൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. കഷ്ടം, പാവത്തിൻ്റെ ഉറക്കം കണ്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പാവമാണ് കേട്ടോ. ഇതൊരു ആൺപൂച്ചയാണ്, എന്നിട്ട് പോലും ആൺപൂച്ചകൾ സാധാരണ അങ്ങനെ വീട്ടിലൊന്നും ഇരിക്കാറില്ലല്ലോ, അങ്ങ് വെളിയിലൊക്കെ നടക്കാറല്ലേ ഉള്ളൂ. ഇവനാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം ഇച്ചിരി വെളിക്കറക്കം കൂടിയിട്ടുണ്ട്. ഞങ്ങളിതാ ഗൈസ് ഉറങ്ങാൻ കയറി. മിട്ടുദേ ഇവിടെ ഉറങ്ങാനായിട്ട് മിട്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങളെപ്പോഴും കംപ്ലൈൻറ്റ് പറയും എൻ്റെ വീഡിയോ ചെറുതാണെന്ന്. എനിക്ക് വിഷമമുണ്ട് ഗൈസ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ കുറയുന്നതാണ്. എന്നാലും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.